ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ ഓപ്പറേഷന്റെ ബാക്കിയുള്ള പണത്തിന് ഇപ്പതേ അത് ശരിയായില്ലേ? എവിടുന്ന് ശരിയായി? ശരിയായി എന്ന് പറഞ്ഞാ എന്റെ ഓട്ടം അവസാനിച്ചു എന്ന് അമ്മ മനസ്സിലാക്കിയാ മതി. നീ സത്യം പറ. സത്യമാണോ മാഡം? അതെ, ആ കുട്ടിയെ വിവരം അറിയിക്കും. ഇന്ന് തന്നെ എന്നെ വന്ന് കാണാനും പറയും. പറയാം മാഡം. ഇക്കാര്യം തൽക്കാലം ആ കുട്ടി മാത്രം അറിഞ്ഞാ മതി, വേറെ ആരോടും പറയണ്ട. പോയിക്കോളൂ. വലിയൊരു കാര്യം മാഡം ചെയ്യുന്നേ. ആ കുട്ടിയുടെയും അവളുടെ അമ്മയുടെയും പ്രാർത്ഥന മാഡത്തിന് ഉണ്ടാവും. പോയിക്കോ. മാം, എന്താ ഇങ്ങനെ? കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഹലോ. ഗോപാലേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നു. എന്തു പറ്റി? നിന്നെ പണിയെന്ന് പറഞ്ഞു വിട്ടാ? അതല്ല, കൃഷ്ണമോളുടെ കാര്യം. മാഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം മാഡം തരാന്ന് പറഞ്ഞു. ആണോ? എന്റെ ഭഗവാനെ, സത്യമാണോടി? എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ വിവരം അറിയിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞിരിക്ക. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കേൾക്കുമ്പോ കൃഷ്ണമോൾക്കും തങ്കത്തിനും സന്തോഷാവും. മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ മാത്രം ഇത് അറിയാൻ പാടുള്ളൂ, അവളുടെ അമ്മയോട് പറയാൻ പാടില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കാര്യങ്ങൾ ഓരോന്നായിട്ട് തെളിഞ്ഞു വരികയാണല്ലോ സുനന്ദേ. ഇനി ഇവരിൽ ആരാണ് രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് മാത്രം അറിഞ്ഞാ മതി. ആ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് പിന്നെ നടത്താം. ഗോപാലേട്ടൻ പെട്ടെന്ന് കൃഷ്ണയെ വിളിക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാടി. ഓ, ആ പെങ്കൊച്ചിന്റെ അലച്ചിന് ഒരു പരിഹാരമായല്ലോ. ഓക്കെ ഓക്കെ. എന്റെ ഈശ്വരാ. മോളെ, കുറച്ചുനേരം മമ്മിയെ കാണാണ്ടായപ്പോ വിഷമിച്ചോ? മമ്മിക്ക് കുറച്ച് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് സിനിച്ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. സാരല്ല. ചിലപ്പോ ഇന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. എന്താ മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എല്ലാം അറിയുന്ന മമ്മി തന്നെയാണോ ചോദിക്കുന്നത്? മുമ്പൊക്കെ മമ്മി എന്നോട് പറയാറില്ലേ, ഒരു ചിന്തയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നുവെന്ന്. ഇപ്പൊ ഏത് സമയവും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്താ മമ്മി എനിക്കിങ്ങനെ സംഭവിച്ചേ? എന്റെ സന്തോഷമൊക്കെ പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. ആര് പറഞ്ഞു സന്തോഷമൊക്കെ ഇല്ലണ്ടായെന്ന്? മമ്മി മോളുടെ അടുത്തുള്ളപ്പോഴാണോ സന്തോഷമൊക്കെ ഇല്ലണ്ടാവുന്നേ? നോക്ക്, ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട് അവിടെ. ഞെട്ടാൻ തയ്യാറായിക്കോ. എന്ത് സർപ്രൈസ്? മമ്മി മോളെ അനുസരിക്കുന്നു. മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരും. മമ്മി, ആർക്കും ദോഷമില്ലാത്തൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് മമ്മി വിശദമായിട്ട് പറഞ്ഞുതരാം. അതെ, ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ടൊന്ന് ചിരിക്കോ? എന്റെ ആഗ്രഹം നടത്തിത്തരുമെന്ന് മമ്മി എന്നോട് പറഞ്ഞ അതിന്റെ അർത്ഥം നവീൻ എനിക്ക് നേടിത്തരുന്ന. എനിക്ക് ആ ഒരു വാക്ക് മതി മമ്മി. ഐ ആം ഓക്കെ. ശരി ഗോപാലമ്മ, ഞാൻ തൽക്കാലം അമ്മയോടൊന്നും പറയുന്നില്ല. കാശ് റെഡിയായ കാര്യം പറയട്ടെ. അമ്മേ, നമുക്കിപ്പോ നല്ല കാലാണെന്ന് തോന്നുന്നു. നമുക്കെപ്പോഴാ നല്ല കാലം അല്ലാത്തത്? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അമ്മേ. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കാശ് സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഓടി നടന്നിരുന്നേ? അമ്മയുടെ ഓപ്പറേഷന്റെ ബാക്കിയുള്ള പണത്തിന് ഇപ്പതേ അത് ശരിയായില്ലേ? എവിടുന്ന് ശരിയായി? ശരിയായി എന്ന് പറഞ്ഞാ എന്റെ ഓട്ടം അവസാനിച്ചു എന്ന് അമ്മ മനസ്സിലാക്കിയാ മതി. നീ സത്യം പറ. മുമ്പ് നീ എന്റെ അടുത്തിരുന്ന് വൃക്ക വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് എന്റെ 2 വൃക്കയും വേണം. എന്നാലല്ലേ നല്ല ആരോഗ്യത്തോടെ എന്റെ അമ്മയെ നോക്കാൻ പറ്റൂ. ഇത് വേറൊരു വഴിയാണമ്മേ.
തിരിച്ചു കൊടുക്കേണ്ട കാശാണ്. പക്ഷെ കുറെ നാള് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുമ്പോ തിരിച്ചു കൊടുത്താ മതി. അങ്ങനെ ആരാ നിനക്കിപ്പോ ലക്ഷങ്ങൾ എടുത്ത് നിന്ന് സഹായിക്കുന്നേ? എന്റെ കണക്കൂട്ടലിൽ ഇപ്പൊ എന്തായാലും അങ്ങനെ ആരുമില്ല. ആരാണെന്ന് നീ സത്യം പറ, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അംബാനി ഇല്ലമ്മേ. ഏതംബാനി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ. പുള്ളിക്കാരൻ കുറച്ചു മുന്നേ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, തങ്കേച്ചിക്ക് സുഖമില്ലാത്ത കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കാശ് ഞാൻ തരില്ലേ എന്നൊക്കെ. ഉടനെ തന്നെ കാശ് തരാന്നും പറഞ്ഞോട്ടോ. ദേ വയ്യാന്നൊന്നും ഞാൻ നോക്കുകയല്ല, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അംബാനി വിളിച്ചു പോലും. അമ്മയുടെ മോള് നല്ല വഴിക്കല്ലാതെ പോവില്ലെന്നറിഞ്ഞൂടെ? സിറ്റിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട വലിയൊരു മനുഷ്യനമ്മേ. അവസ്ഥയൊക്കെ കേട്ടപ്പോ സഹായിക്കാന്ന് പറഞ്ഞു. അത്ര തന്നെ. ആ സാറിന് മക്കളൊന്നുമില്ല. അങ്ങനെ തോന്നിയ സ്നേഹ. നീ ഓരോന്ന് വന്ന് പറയ, ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിക്കുക. ദേ ഇനി ഞാൻ കള്ളം പറയാന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇങ്ങോട്ട് മാറി. ഇതങ്ങോട്ട് കൊണ്ടുപോയി കഴിച്ചേ, ഉഷാറാവട്ടെ. എന്റെ അമ്മേ, ഇന്ന് എത്ര സന്തോഷമുള്ള ദിവസാണ്. നമുക്ക് സന്തോഷം വന്നാ കേക്ക് വാങ്ങി മുറിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. എടുത്തു വിഴുങ്ങാൻ ദേ ഈ ഗുളികയുള്ളൂ. ഇന്നെനിക്ക് എന്തൊരു സന്തോഷമുള്ള ദിവസം എന്നറിയോ അമ്മേ? എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോവാ. കഴിഞ്ഞ ജന്മത്തില് നീ എന്റെ അമ്മയായിരുന്നു എന്നാ തോന്നുന്നേ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നടക്കൂ? എല്ലാറ്റിലും അവഗണിച്ച ദൈവം ഒരു കാര്യത്തിൽ മാത്രം വാരിക്കോരി തന്നു. നിന്റെ കാര്യത്തില്. സത്യാണോ? ഒന്ന് പോടി അവിടുന്ന്. ഉം